ഇപ്പൊ നമ്മൾ വേറെ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിക്കുക. ഓക്കെ. ഒരാളുടെ ബർത്ത്ഡേ ആണ്. ഇന്നാണോ? ഡേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരാളാണ്. എന്റെ അമ്മൂന്റെ അമ്മ. ആ ചേച്ചി ഞങ്ങൾ അങ്ങനെ ബർത്ത്ഡേ അറിയില്ല, നമ്മൾ ആഘോഷിക്കില്ല എന്നൊക്കെ കരുതിയോ? ഞാൻ അങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല ഡേ. ആ ചേച്ചി ആഘോഷിക്കില്ലായിരിക്കും, പക്ഷെ ഞാൻ ആഘോഷിക്കും, നമ്മുടെ പ്രേക്ഷകർ ആഘോഷിക്കും, ഞങ്ങൾ എല്ലാവരും ആഘോഷിക്കും. കാരണം അമ്മുവിന്റെ അമ്മയാണ്. ഓ അങ്ങനെ. അല്ല ആ ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബർത്ത്ഡേ ആണ്, ഇപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ബർത്ത്ഡേക്ക് കിട്ടിയ സർപ്രൈസുകളിൽ ഏറ്റവും ഇപ്പൊ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സർപ്രൈസ് എന്താണ്? അല്ല, എന്റെ ബർത്ത്ഡേയിൽ എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്, ഞാൻ ചെറിയ കുട്ടിയാണ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ. എനിക്ക് ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയായിരിക്കുന്നു, 4ാം ക്ലാസ് 5ാം ക്ലാസ്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ മാങ്ങ പോലത്തെ പാദസ്വരം വേണം, നിറച്ച് മണിയുള്ളത്. അപ്പൊ എന്റെ പിറന്നാളാണ് പിറ്റേ ദിവസം. അപ്പൊ ഞാൻ കിടന്നുറങ്ങി, അച്ഛനത് വാങ്ങിച്ചു തന്നില്ല. അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ നടക്കുമ്പോൾ കാലിലിങ്ങനെ കിലുങ്ങുന്ന പാദസ്വരം, അച്ഛൻ ഉറങ്ങുന്ന സമയത്ത് എന്റെ കാലില് ആ പാദസ്വരം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു രാത്രി. അതാണ് എന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓർമ്മ. ഈ ഒരു സർപ്രൈസ് സ്റ്റോറി ഒക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്കൊരു ആഗ്രഹം, ആശ ചേച്ചിക്ക് ഒരു സർപ്രൈസ് തരണമെന്ന്. അപ്പൊ കണ്ണടച്ചോളൂ, ഒരു ചെറിയ കൗണ്ട് ഡൗൺ ഉണ്ട്. 6, 5, 4, 3, 2, 1. തുറന്നോളൂ, കണ്ണു തുറന്നോളൂ. എന്താ ആശാശരത്തിലെ ശരത്തെത്തിയിരിക്കുകയാണ് ഇവിടെ. ആ ചേച്ചി സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ? വല്ലാത്തൊരു സർപ്രൈസ്. വല്ലാത്തതോ? ശരത്തേട്ട എന്താണ് പറയാനുള്ളത്? അല്ല, നല്ല സന്തോഷമുണ്ട്. ഞാൻ ഈ ഫ്ലവേഴ്സ് ചാനൽ ഇത് കണ്ടുകൊണ്ടിരിക്കണ്ടായിരുന്നു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, വളരെ നന്നായി ഓർഗനൈസ്ഡ് ആണ്. ഓരോ എലിമിനേഷൻ റൗണ്ടില് എന്റെ ഹാർട്ട് ബീറ്റ് ആണ് കൂടണേ. ഇറ്റ്സ് വെരി വെൽ ഡൺ. ഈ എലിമിനേഷൻ റൗണ്ടില് റീസെന്റ് ഒരു സുന്ദരി കുട്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നില്ലേ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ. എന്റെ ലൈഫിൽ ഇത് നല്ലോണം അപ്ലിക്കബിൾ ആണ്. ജീവിതം മൊത്തം ഒരു റോളർ കോസ്റ്റർ റൈഡ് മാതിരി പോകുന്ന സമയത്ത്, സന്തോഷമുള്ള സമയത്ത് ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടുള്ള ടൈം എല്ലാം വരുമ്പം കൂടെ ആകെ നിഴല് പോലെ നിന്നത് എൻ്റെ വൈഫ് ആശ മാത്രം, എൻ്റെ ഫാമിലിയും. A very good wife to me, a very good mother to daughters, a very good daughter to her mother, and a very good sister to her brothers and to my sister also. Love you a lot. ശരത്തേട്ടന് ചിലപ്പോൾ ഒരു ഭാഗ്യം കൈവന്നു എന്ന് വരും. ശരത്തേട്ടന്റെ റൈറ്റ് സൈഡിൽ ഒരാൾ ഒരുപാട് വെമ്പൽ കൊള്ളുകയാണ് ഒരു സത്യം പറയാൻ വേണ്ടി. എനിക്ക് ആ വീട്ടിലെ കഥകളൊക്കെ കേട്ടപ്പോ എന്നാ ആ വലുതാലെടുത്ത് വെക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ലുക്കിംഗ് ഫോർവേഡ്. ഇനി എന്ത് വേണം? ഹാപ്പി ബർത്ത്ഡേ വിഷസ്. താങ്ക് യു സോ മച്ച് ചക്ര. താങ്ക് യു സോ മച്ച്. എപ്പോഴും ഈ many happy returns of the day. Thank you മോളെ. Thanks so much. ചേച്ചി ശരിക്കും ചേച്ചി ഞങ്ങൾക്ക് ഇവിടെ ഒരു ചേച്ചി മാത്രല്ല, ഒരു ഫാമിലി മെമ്പർ, മോർ ദാൻ എ ഫാമിലി മെമ്പർ. ലോട്ട്സ് ഓഫ് ലവ് ചേച്ചി. താങ്ക് യു സോ മച്ച്. 30 വർഷമായി കൈ പിടിച്ചിട്ട് ഞാൻ. Many happy returns of the day ചേച്ചി. താങ്ക് യു മോളെ. താങ്ക് യു സോ മച്ച്. ശരത്തേട്ടാ, how did this happen? Like എങ്ങനെ വന്നു? You didn't know? ചേച്ചിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു? No, I didn't know. അപ്പം ഇതൊരു ഫുൾ പ്ലാനിങ് ആയിട്ട് ഫ്ലവേഴ്സ് ചാനലിന് എന്നെ കോൺടാക്ട് ചെയ്തിട്ട്, അപ്പൊ ഇന്ന് ചേച്ചി ഷൂട്ടിന് വന്നപ്പോ you didn't tell her? No, she didn't know at all. കള്ളനാണ്. ഞങ്ങള് ഫുൾ പ്രണയകഥയൊക്കെ കേട്ടു, എന്തോ കെസറ്റില് റെക്കോർഡ് ചെയ്ത് പാട്ട് അയച്ചുന്നോ? അതെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ പറഞ്ഞു. അത് ഈ ശബ്ദം ഇത്ര മോശം ശബ്ദമാണ് എന്റെ ജനറലി.
പാടാൻ പറ്റൂല. ആ കൂട്ടത്തിൽ എനിക്ക് അന്ന് കോൾഡും പനിയും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കാസറ്റ് റെക്കോർഡ് ചെയ്ത് ആശയ്ക്ക് അയച്ചു. ഇപ്പം ചേച്ചിക്ക് എങ്ങനെയാ പാട്ട് ഇഷ്ടപ്പെട്ടിരുന്നോ? പിന്നെ ആശ ബ്ലാക്കില് ആ കാസറ്റ് വിറ്റു. Rega, rega, maga, 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 rega, rega, rega.